ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. മെക്കാനിക്കിൻ്റെ IRX എന്ന് പറയുന്ന ഒരു IC പോളിഷിംഗ് അല്ലെങ്കിൽ IC ഗ്രൈൻഡിങ് ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു IC ഒക്കെ ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ചില ബോർഡുകളിലൊക്കെ ചില ഏരിയകളിൽ നമുക്ക് ബ്ലോവർ ഉപയോഗിക്കാൻ പേടിയുള്ളവരുണ്ടാവും. അതായത് നമ്മുടെ ഷീൽഡുകളൊക്കെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ അത്തരം ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഷീൽഡുകളൊക്കെ ഈ ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഷീൽഡ് കട്ടിങ്ങിനാണ്. ഞാൻ ഈ ഒരു ടൂള് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ കണ്ടൊരു പോരായ്മ, ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. വളരെ കുറഞ്ഞൊരു ബാറ്ററി, കാരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 350 mAh എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 350 mAh വളരെ കുറഞ്ഞത്, കാരണം ഇതിനുള്ളൊരു പെൻസിൽ ബാറ്ററി പോലത്തെ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതിന് കൂടെ ഒരു ചാർജർ അവൈലബിൾ ആണ് ഇതിനുള്ളിൽ. ആ ചാർജറിൽ ഇട്ടുകൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ആ ഒരു പോരായ്മ എനിക്ക് കാണാൻ കഴിയും. ബാക്കിയെല്ലാം ഏകദേശം ഒരു പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല, ഏകദേശമൊക്കെ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഷീൽഡുകളൊക്കെ കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് IC ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം, എന്താ അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടൂള്. ഇതിനെ കൊടുത്തിട്ടുണ്ട് IRX IC പോളിഷ് ടൂള് എന്നാണ്, വിത്ത് ചാർജർ. അതുപോലെ തന്നെ ഇതിൻ്റെ പല കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൈൻഡ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഇതാണ്. കൂടാതെ ഇതിൻ്റെ കംപ്ലീറ്റ് ബിറ്റുകൾ, അതായത് നമുക്കിതിൽ കുടുക്കിയിട്ട് നമുക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ബിറ്റുകൾ ഇതിൽ നമുക്ക് വേറൊരു കവറിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ഒന്ന് എടുത്ത് നോക്കാം. ഇത്രയും ടൂളുകളാണ്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഷീൽഡൊക്കെ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ IC ഗ്രൈൻഡിങ്ങിനാണ് മറ്റുള്ള ബാക്കിയുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഈ ഒരു ടൂളാണെങ്കിലും അതുപോലെ തന്നെ ഷാർപ്പായിട്ട് 2 ടൂൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് അത്തരം ആവശ്യങ്ങൾക്കാണ്. പിന്നെ ഇതിന് കൂടെ വരുന്നൊരു എല്ലങ്കിയാണ്. എല്ലങ്കി യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതിൽ ബിറ്റ് ഓരോന്ന് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലങ്കി യൂസ് ചെയ്തിട്ട് ബിറ്റ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഈ ഒരു ഷീൽഡ് കട്ടർ നമുക്കൊന്ന് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിട്ടതിന് ശേഷം കംപ്ലീറ്റ് ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കണത്. നമ്മൾ ജസ്റ്റ് ഇതിനെ കുറച്ചൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ വരും. നമ്മുടെ ജോലി നമ്മുടെ പർപ്പസ് എന്താണോ അത് പിന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം കയറാനുണ്ടോ അത്ര ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ലെങ്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഏത് രീതിയിലും ടൈറ്റ് ചെയ്യുക. പിന്നെ അത് ഓവർ നമ്മൾ ടൈറ്റ് ചെയ്യരുത്, കാരണം നല്ലോണം ടൈറ്റ് ചെയ്ത് അതിൻ്റെ ത്രെഡോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ബിറ്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു നട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ആരും എന്താ പറയുക ശ്രമിക്കണ്ട, വല്ലാണ്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി ഇതിവിടെ നമുക്ക് കാണാം, വളരെ ചെറിയൊരു കുഞ്ഞു ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് 1000 mAh എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. പിന്നെ അത് ചാർജ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയം ചാർജ് കയറും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചാർജിലൊന്നും ഇടണ്ട. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ബാറ്ററി ഇടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഈ ഒരു ഏരിയ നമ്മൾക്ക് അതുപോലെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ബാറ്ററി ഇതാ ജസ്റ്റ് പോസിറ്റീവ് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക, ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓൺ ചെയ്താൽ കറങ്ങുന്നത് കാണാം.
ഇതിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ഏതെങ്കിലും ഒരു ഷീൽഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു പഴയ ബോർഡ് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു കീപാഡ് ഫോണിൻ്റെ എന്തോ ആണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഷീൽഡ് കണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് ബ്ലോവർ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷീൽഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരം ടൈമിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നാക്കി ഇതൊന്ന് ഓൺ ചെയ്യാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ചു കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ വലിയ നമ്മുടെ ഇതുപോലത്തുള്ള ഡ്രില്ലിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് പിടിച്ചങ്ങ് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലോണം നമുക്ക് ഹാർഡായിട്ട് അങ്ങ് പിടിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ എന്താവുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഏത് തരം ഷീൽഡുകളാണെങ്കിലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതേപോലെ തന്നെ ഐ സികളിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു IC എടുത്തിട്ട് നമ്മുടെ ബിറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടുന്ന ടൂള് അല്ലെങ്കിൽ ബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിറ്റാണ്. ഓവർ ഷാർപ്പല്ല, എന്നാൽ ഷാർപ്പാണ് എന്ന് പറയുന്ന ഈ ഒരു ബിറ്റ്. കണ്ടല്ലോ. അപ്പോൾ IC ഗ്രൈൻഡിങ് നമുക്ക് നമ്മുടെ ഷീൽഡ് കട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് മോഡലുകളിലൊക്കെ നമ്മുടെ EMMC ബോക്സുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, IC ഗ്രൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ടെസ്റ്റ് പോയിന്റ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ഡിവൈസ് തന്നെയാണിത്. അപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.